ഞാൻ നിങ്ങളെ സ്വന്തം പ്രതിഭ. നമ്മൾ ഈ ചൈനക്കാരൊക്കെ ഈ ചിക്കനും മട്ടനും ബീഫൊക്കെ തിന്ന് കണ്ടപ്പോൾ എനിക്കും ഒരാഗ്രഹം. ഞാൻ എൻ്റെ ചേട്ടനോട് പറഞ്ഞിട്ട് കുറച്ച് ചിക്കൻ കറി മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. പിന്നെ പൊറോട്ട ചോദിച്ചതാണ്, പക്ഷേ ദോശയായിപ്പോയി ഗൈസ് കിട്ടിയത്. സാരമില്ല, എങ്കിലും നമുക്ക് അവർ തിന്നും പോലെയൊക്കെ പറ്റുമോയെന്നൊന്നും അറിയില്ല. ഒന്ന് ശ്രമിച്ചു നോക്കാം, വല്ല നടക്കുമെന്നറിയണ്ടേ. അടിപൊളി. നമുക്ക് ഇവരൊക്കെ തിന്ന് നടക്കുക നമ്മൾ തിന്ന പണ്ടാരം തുടങ്ങുമെന്ന് തോന്നുന്നു. തൊണ്ടയിൽ ഇപ്പോഴേ കുടുങ്ങി. പിന്നെ ചിക്കനൊക്കെ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഉറിഞ്ഞിട്ടെന്താ വരാത്ത? ഇവരൊക്കെ നമ്മൾ കടിച്ചു തന്നെ എടുക്കണോ? ഇവർ ഉറിഞ്ചിയാൽ തന്നെ വരുന്നില്ലേ? പൊളി. നമ്മൾ കടിച്ചിട്ടേ വരുന്നുള്ളൂ ഗൈസ്, അല്ലാണ്ട് ഈ വലിച്ചിട്ട് വരുന്നില്ല. ഇതെല്ലാം പറ്റില്ലെന്ന് തോന്നുന്നു. ഇല്ലോ ചെയ്യാൻ പറ്റില്ല, നമ്മളൊന്നും നടക്കുന്നു. അവരെ പോലെ നിന്ന് കാണിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. നിങ്ങൾ കൊള്ളാം, അടിപൊളി ചിക്കൻ. അപ്പം നമ്മളിന്ന് ഇതുപോലെ പുറത്ത് നിന്നാൽ തന്നെ അവർ അല്ല, ഒരു നമ്മൾ തിന്നുമ്പോൾ തന്നെ അവരുടെ വായിൽ ഒതുക്കുന്നു. നമ്മൾ ഇച്ചിരി തിന്നുമ്പോൾ തന്നെ വായിക്ക് വെളിയിൽ കിടക്കുന്നു. ഇപ്പോഴേ ഇച്ചിരി തടി ഉറച്ചത്. മിക്കവാറും ഇങ്ങനെ തിന്ന് പരിശീലിക്കുകയാണെങ്കിൽ മിക്കവാറും വീടിൻ്റെ കട്ടള മാറ്റി വയ്ക്കേണ്ടി വരും. എനിക്ക് ഇറച്ചിയുടെ ഈ എല്ല് ഭയങ്കര ഇഷ്ടമാണ്. ഹലോ, പെപ്പറിട്ട് ഉണ്ടാക്കുന്ന ചിക്കൻ അടിപൊളിയാണ്. പക്ഷേ ഇത് മുളക് പൊടി ഇട്ടതാണ്. നല്ല തക്കാളിയും കുറച്ച് ചെറിയുള്ളിയും കുറച്ച് വലിയ സവാളയും ഒക്കെ ഇട്ടിട്ട് ഇച്ചിരി ഒരു ലേശം മുളക് പൊടി ഇട്ടിട്ട് പെപ്പറും ഇട്ട് മസാലയെല്ലാം അരച്ച് പേസ്റ്റാക്കി ചിക്കൻ്റെ ഒരു നീരിറങ്ങുമല്ലോ, ആ നീരിൽ തന്നെ വേവിച്ച് വറ്റിച്ച് അങ്ങനെ ആവി ശാലം പോലും കളയാണ്ട് നല്ല കറിവേപ്പിലയൊക്കെ ഇട്ടെടുക്കുമ്പോൾ അങ്ങനെ ഇത് പൊട്ടിക്കുമ്പോൾ തന്നെ ആ അടപ്പിങ്ങനെ എടുക്കുമ്പോൾ തന്നെ വരുന്ന ഗുമ്മെന്നൊരു വാസനയുണ്ടല്ലോ. പൊളിയാണ്. ഒരു ദിവസം ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്ന കാണിച്ചു തരാം. അപ്പോൾ ബായ് ഗൈസ്, നമ്മളെ കൊണ്ട് പറ്റത്തില്ല, അതിനൊക്കെ ഒരു പ്രത്യേക കഴിവാണ്.